കേരളത്തിന്റെ ബീച്ച് ഗോവയേക്കാളൊക്കെ സാധ്യത കേരളത്തിലാണ്. ബ്യൂട്ടിഫുൾ. പ്രത്യേകിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ബീച്ചുകൾ ഞാൻ കണ്ടിട്ടുള്ളത് ഈ തിരുവനന്തപുരം ഈ ഭാഗത്ത് തന്നെയാണ്. അതെ, ഇപ്പൊ നമ്മള് ഇപ്പൊ കാണുന്നത് നമ്മളെപ്പോഴും തിരുവനന്തപുരം, കോവളം അല്ലെങ്കിൽ വർക്കല, ഇതാണല്ലോ നമ്മുടെ മുമ്പിൽ ബീച്ച്. പക്ഷെ ഇപ്പൊ കേരളത്തിന്റെ ഒരു പുതിയ ട്രെൻഡ് പ്രകാരം പാൻ കേരള ബീച്ച് ടൂറിസത്തിന് സാധ്യത. ഇപ്പൊ വടക്കേ അറ്റം വരെയായി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മുഴപ്പിലങ്ങാട് ഭയങ്കര ഡെവലപ്മെന്റ് ആവുന്നു. പക്ഷെ നമുക്ക് ഇപ്പോഴും ബീച്ചിൽ പോയി ഒരു ബിയർ കഴിക്കാനുള്ള സാധ്യത ഇല്ല സാറേ. ബീച്ചിൽ വരുന്ന ആൾക്കാർ അതൊക്കെ എക്സ്പെക്ട് ചെയ്യില്ലേ? അതൊക്കെ ഒന്ന് ഈസി ആക്കാൻ പറ്റില്ല. അതെ, ഞാനിപ്പോ അതൊരു ഉദാഹരണം, ചില കാര്യങ്ങൾ നമ്മൾ ഒരു ചർച്ച കൂട്ടായിട്ട് നടത്തേണ്ടതുണ്ട്. ഇപ്പൊ ചാലിയം ബീച്ച് കാട് പിടിച്ച സ്ഥലം, ഈ ഗവൺമെന്റ് വരുമ്പോൾ കാട് പിടിച്ച സ്ഥലം, അത് ഇപ്പൊ മനോഹരമായ സ്ഥലമായി മാറി. ചാലിയം ബീച്ച് കോഴിക്കോട് ജില്ലയിലാണ്. അതിന്റെ പഴയതും പുതിയതും അന്ന് ഇന്ന് എന്ന് പറഞ്ഞൊരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. ഒരു 10 ലക്ഷത്തിലധികം ആളുകളുടെ മൊത്തം എത്തിയത് എൻ്റെ ഹാൻഡിൽ മാത്രമല്ല. അപ്പൊ ആളുകൾ ഈ മാറ്റം ഇഷ്ടപ്പെടുന്നു. പിന്നെ ബേക്കൽ, അതുപോലെ ബേപ്പൂർ ബീച്ച് തുടങ്ങി നിരവധി ബീച്ചുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ബീച്ച് ടൂറിസത്തിൽ നമുക്ക് PPP കൂടി ആവാം. അപ്പോൾ ഇതിന്റെ തുടക്കം കുറിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതൊരു 5-10 കൊല്ലം കൊണ്ട് കേരളത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം ചെറുതായിരിക്കില്ല. കേരള ടൂറിസം അടിമുടി മാറുന്ന നിലയിൽ ഒരുപാട് പദ്ധതികൾ